Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഐ ആം നോട്ട് എ ഗാന്ധിയൻ. ഗാന്ധിയൻ എന്നുള്ള അർത്ഥം അഹിംസയിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്നുള്ള അർത്ഥമാണ്. ഐ ആം നോട്ട് എ ഗാന്ധിയൻ. ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ല. കേരള ഡബിൾ മർഡർ കൺവിക്റ്റ്. കൺവിക്റ്റ് എന്നാൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി. കേരളത്തിൽ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെട്ട വ്യക്തി. മേക്സ് ഷോക്കിംഗ് കിൽ അഗെയിൻ പ്ലഡ്ജ് ഇൻ കോർട്ട്. പ്ലഡ്ജ് എന്നാൽ പ്രഖ്യാപനം, പ്രതിജ്ഞ, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ കോർട്ട് കോടതിയിൽ. അഗെയിൻ എന്നാൽ വീണ്ടും. മേക്സ് ഷോക്കിംഗ് പ്ലഡ്ജ് ഇതിനർത്ഥം ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്നുള്ള അർത്ഥമാണ്. ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തുന്നു. കിൽ അഗെയിൻ വീണ്ടും. കൊലപാതകം ചെയ്യും. ഞാൻ ഗാന്ധിയനല്ല. കേരളത്തിലെ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി കോടതിയിൽ ഞെട്ടിക്കുന്ന രീതിയിൽ വീണ്ടും കൊല ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. കോർട്ട് റൂം കോടതി മുറി. ഇൻ ഇന്ത്യാസ് കേരള. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു കോടതി മുറി. വാസ് ഫിൽഡ്. വാസ് ഫിൽഡ് എന്നാൽ മുങ്ങി. വിത്ത് അൺയൂഷ്വൽ സൈലൻസ്. അൺയൂഷ്വൽ എന്നാൽ അസാധാരണമായ എന്നുള്ള അർത്ഥമാണ്. സൈലൻസ് എന്നാൽ നിശബ്ദത. ആസ് ആ സമയത്ത്, അതിനെ തുടർന്ന്. ആസ് ഡബിൾ മർഡർ അക്യൂസ്ഡ് മാൻ ശിക്ഷിക്കപ്പെട്ട ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ഒരു പുരുഷൻ. ആഫ്റ്റർ ബീയിങ് കൺവിക്റ്റഡ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ച ശേഷം. സെഡ് ദാറ്റ് ആ പ്രതി പറഞ്ഞു. ഹി ഹാസ് നോ അദ്ദേഹത്തിന് ഇല്ല. റിഗ്രറ്റ്സ്. റിഗ്രറ്റ് എന്നാൽ പശ്ചാത്താപം, ദുഃഖം. നോ റിഗ്രറ്റ്സ് അദ്ദേഹത്തിന് യാതൊരു പശ്ചാത്തവുമില്ല, ഒരു ദുഃഖവുമില്ല. ആൻഡ് വുഡ് റിപ്പീറ്റ് അദ്ദേഹം തുടർന്നേക്കും. റിപ്പീറ്റ് എന്നാൽ തുടരുക. ഹിസ് ആക്ഷൻസ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. ഇഫ് നെസസറി. നെസസറി എന്നാൽ അത്യാവശ്യമാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. വുഡ് റിപ്പീറ്റ് ഹിസ് ആക്ഷൻസ് ഇഫ് നെസസറി. ആവശ്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുമെന്ന് പറഞ്ഞു. നെസസറി എന്നാൽ അത്യാവശ്യമായ എന്നുള്ള അർത്ഥമാണ്. ആവശ്യമാണെങ്കിൽ. ഇഫ് നെസസറി ആവശ്യമാണെങ്കിൽ. ആക്ഷൻസ് എന്നാൽ പ്രവൃത്തികൾ. ഫിൽഡ് വിത്ത് അൺയൂഷ്വൽ സൈലൻസ് ഇതിനർത്ഥം അസാധാരണമായ നിശബ്ദത നിറഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ഇൻ കോർട്ട് റൂം കോടതി മുറിയിൽ. ഇന്ത്യയിൽ കേരളത്തിലെ ഒരു കോടതി മുറി അസാധാരണമായ നിശബ്ദതയിൽ മുങ്ങി. ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ച ശേഷം പ്രതി തനിക്ക് കൊലപാതകം ചെയ്തതിന് യാതൊരു പശ്ചാത്താപവുമില്ലെന്നും ആവശ്യമെങ്കിൽ അതേ പ്രവൃത്തി വീണ്ടും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ദി ഇൻസിഡൻറ്റ് ഈ സംഭവം ഹാപ്പൻഡ് സംഭവിച്ചത് ഓൺ മൺഡേ തിങ്കളാഴ്ച ദിവസം. ജൂലൈ 11 തിങ്കളാഴ്ച ദിവസമാണ് ഈ സംഭവം സംഭവിച്ചത്. ഇൻ ആൻ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. പാലക്കാട് ജില്ലയിലെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് ഈ കോടതിയിലാണ് തിങ്കളാഴ്ച ദിവസം ജൂലൈ 11 ഈ സംഭവം സംഭവിച്ചത്. ദ മേർഡർ കൺവിക്ട് ഐഡൻറ്റിഫൈഡ് ആസ് ചന്താമര. ഈ പ്രതിയുടെ പേര്, കൊലപാതക കേസിലെ പ്രതിയുടെ പേര് ചന്താമര എന്നാണ്. ഹു വാസ് 58 ഇയർ ഓൾഡ് അദ്ദേഹത്തിന് 58 വയസ്സാണ് പ്രായം. അദ്ദേഹം പറഞ്ഞു. ഹി വുഡ് കിൽ അദ്ദേഹം കൊല്ലും. ഹി വുഡ് കിൽ അഗെയിൻ അദ്ദേഹം വീണ്ടും കൊല ചെയ്യും. ഇഫ് എനിവൺ കെയിം ഇൻ ഹിസ് വേ ഇതിനർത്ഥം ആരെങ്കിലും തൻ്റെ വഴിക്ക് തടസ്സമായി വന്നാൽ എന്നുള്ള അർത്ഥമാണ്. ഇഫ് എനിവൺ കെയിം ഇൻ ഹിസ് വേ തൻ്റെ ഉദ്ദേശത്തിന് എതിരായിട്ട് നിന്നാൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇഫ് എനിവൺ കെയിം ഇൻ ഹിസ് വേ. 58 വയസ്സ് പ്രായമുള്ള ചന്താമര എന്ന കൊലക്കേസ് പ്രതി തൻ്റെ വഴിക്ക് ആരെങ്കിലും തടസ്സമായി വന്നാൽ താൻ വീണ്ടും കൊല ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. മേർഡർ കൺവിക്റ്റ് എന്നാൽ കൊലക്കേസിൽ കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെട്ട വ്യക്തി. വുഡ് കിൽ അഗെയിൻ വീണ്ടും കൊലപാതകം ചെയ്തേക്കും. ദ മാൻ കൺവിക്റ്റഡ് ഇദ്ദേഹത്തെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചു. ഫോർ ദ മേർഡേഴ്സ് ഓഫ് ഹിസ് നൈബേഴ്സ് സുധാകരൻ ആൻഡ്
സുധാകരൻസ് മദർ ലക്ഷ്മി ഇൻ ജാനുവരി 2025. 2025 ജനുവരിയിൽ തൻ്റെ അയൽവാസിയായ സുധാകരനെയും സുധാകരൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ ആ വ്യക്തിയെ കോടതി കുറ്റക്കാരനായി വിധിച്ചു. ഹി വാസ് ഓൾസോ കൺവിക്റ്റഡ്. ഇനി പറയാൻ പോകുന്ന ഈ കൊലപാതക കുറ്റത്തിനും അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടുണ്ട്, കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, ബൈ ദ സെയിം കോർട്ട്, ഇതേ കോടതിയിൽ, ഫോർ മേർഡറിങ് സുധാകരൻസ് വൈഫ് സജിത ഇൻ പോത്തുണ്ടി ഇൻ 2019. 2025 ജനുവരിയിൽ തൻ്റെ അയൽവാസിയായ സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ അതേ കോടതി ഈ വ്യക്തിയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. വാട്ട്, എന്താണ് എക്സാക്ട്ലി ഹാപ്പൻഡ്? എക്സാക്ട്ലി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ചെന്താമര ടാർഗറ്റഡ് സജിത. ചെന്താമര സജിതയെ ലക്ഷ്യമിട്ടു. ഇൻ 2019 റിപ്പോർട്ട് പറയുന്നത് പ്രകാരം, കിട്ടിയ വിവരപ്രകാരം, കാരണം അദ്ദേഹം സജിതയെ ലക്ഷ്യമിട്ടതിൻ്റെ കാരണം, ഹി ബിലീവ്ഡ്, അദ്ദേഹം വിശ്വസിച്ചിരുന്നു, ഷീ ആൻഡ് ഹെർ ഫാമിലി, സജിതയും അവരുടെ കുടുംബവും യൂസ്ഡ് ബ്ലാക്ക് മാജിക് എന്നാൽ ദുർമന്ത്രവാദം, ടു മേക്ക് ഹിസ് ഓൺ വൈഫ് ആൻഡ് ഡോട്ടർ ലീവ് ഹിം. ഹിസ് ഓൺ വൈഫ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ, ആൻഡ് ഡോട്ടർ അദ്ദേഹത്തിൻ്റെ മകൾ, ലീവ് ഹിം അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി. 2019 ചെന്താമര സജിതയെ ലക്ഷ്യമിട്ടു. സജിതയും അവരുടെ കുടുംബവും മന്ത്രവാദം ചെയ്തു തൻ്റെ ഭാര്യയെയും മക്കളെയും തന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കാര്യമാണിത്. ഇതാണ് ചെന്താമര സജിതയെ 2019 ലക്ഷ്യമിടാൻ കാരണം. മേക്ക് ഹിസ് ഓൺ വൈഫ് ആൻഡ് ഡോട്ടർ ലീവ് ഹിം, ഇതിനർത്ഥം തൻ്റെ ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ എന്നുള്ള അർത്ഥമാണ്. ലേറ്റർ, പിന്നീട്, വെൻ ഹി വാസ് ഔട്ട് ഓൺ ബെയിൽ എന്നാൽ ജാമ്യം, പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്ത്, ഹി ബാർജഡ് ഇൻ ടു സുധാകരൻസ് ഹോം. ബാർജ് എന്നാൽ അർത്ഥം അതിക്രമിച്ചു കടക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി ബാർജ്ഡ്, അദ്ദേഹം അതിക്രമിച്ചു കടന്നു, ഇൻ ടു സുധാകരൻസ് ഹോം, സുധാകരൻ്റെ വീട്ടിലേക്ക്, ഇൻ പോത്തുണ്ടിയിലുള്ള സുധാകരൻ്റെ വീട്ടിലേക്ക്, നിയർ നെന്മാറക്കടുത്തുള്ള സ്ഥലമാണ് പോത്തുണ്ടി, അവിടെയുള്ള വീട്ടിലേക്ക്, സുധാകരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം അതിക്രമിച്ചു കടന്നു. അദ്ദേഹം ചെന്താമര ഹേക്കഡിം, അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. ഹേക്കെന്നാൽ വെട്ടുക, ഹേക്കഡിം അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. ആൻഡ് ഹിസ് മദർ ലക്ഷ്മി, അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള, സുധാകരൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിയെയും അദ്ദേഹം വെട്ടിക്കൊന്നു. ഹാക്കഡ് ടു ഡെത്ത് എന്നാൽ വെട്ടിക്കൊന്നു. വിത്ത് എ മഷറ്റി എന്നാൽ വടിവാൾ എന്നുള്ള അർത്ഥമാണ്. ഒരു വടിവാൾ കൊണ്ട് അദ്ദേഹം സുധാകരനെയും സുധാകരൻ്റെ അമ്മയെയും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വെട്ടിക്കൊന്നു. ഹി നോട്ട് ഓൺലി വയലേറ്റഡ് ഹിസ് ബെയിൽ കണ്ടീഷൻസ്. വയലേറ്റ് എന്നാൽ ലംഘിക്കുക എന്നുള്ള അർത്ഥമാണ്. ബെയിൽ കണ്ടീഷൻസ് എന്നാൽ വ്യവസ്ഥകൾ. ബെയിൽ കണ്ടീഷൻസ് ജാമ്യ വ്യവസ്ഥകൾ. ഹി നോട്ട് ഓൺലി വയലേറ്റഡ് ഹിസ് ബെയിൽ കണ്ടീഷൻസ് ഓഫ് ബൈ സ്റ്റേയിങ് അറ്റ് ഹിസ് ഹോം. വയലേറ്റഡ് ഹിസ് ബെയിൽ കണ്ടീഷൻസ്, ഇതിനർത്ഥം ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു. ബൈ സ്റ്റേയിങ് അറ്റ് ഹിസ് ഹോം, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നാൽ അതുമാത്രമല്ല ഇതുകൂടിയുണ്ട് എന്നുള്ള അർത്ഥമാണ്. കമ്മിറ്റഡ് അനദർ മർഡർ എന്നാൽ മറ്റൊരു കൊലപാതകം അദ്ദേഹം ചെയ്തു. അനദർ എന്നാൽ മറ്റൊരു. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് സ്വന്തം വീട്ടിൽ താമസിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹം മറ്റൊരു കൊലപാതകവും അദ്ദേഹം നടത്തി. പോലീസ് ഓൾസോ കെയിം അണ്ടർ ഫയർ. കെയിം അണ്ടർ ഫയർ എന്നാൽ കടുത്ത വിമർശനത്തിന് ഇരയായി എന്നുള്ള അർത്ഥം. പോലീസും കടുത്ത വിമർശനത്തിന് ഇരയായി. ഫോർ നോട്ട് ഡിറ്റക്റ്റിംഗ് ദി അക്യൂസ്ഡ്സ് പ്രസൻസ് ഇൻ ദി ഏരിയ ആൻഡ് പ്രിവെൻറ്റിംഗ് ദ മർഡേഴ്സ് ഡിസ്പൈറ്റ് ദ ത്രെട്ട് ഹി പോസ്ഡ് ടു സുധാകരൻസ് ഫാമിലി.
ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും, ത്രെട്ട് എന്നാൽ ഭീഷണി, പ്രിവെൻറ്റ് എന്നാൽ തടയുക, പ്രസൻസ് എന്നാൽ സാന്നിധ്യം, ഇൻ ദി ഏരിയ എന്നാൽ ആ പ്രദേശത്ത്. ഡിസ്പൈറ്റ് ദ ത്രെട്ട് ഹി പോസ്റ്റ്, ഇതിനർത്ഥം അദ്ദേഹം ഉയർത്തിയ ഭീഷണി ഉണ്ടായിരുന്നിട്ടും. സുധാകരൻ്റെ കുടുംബത്തിന് പ്രതി ഭീഷണി ഉയർത്തിയിട്ടും അദ്ദേഹം പ്രദേശത്ത് ഉണ്ടായിരുന്നത് കണ്ടെത്താനോ കൊലപാതകങ്ങൾ തടയാനോ കഴിഞ്ഞില്ലെന്ന കാരണത്താൽ പോലീസും കടുത്ത വിമർശനത്തിന് ഇരയായി. ഓൺ മൺഡേ, തിങ്കളാഴ്ച, ചെന്താമര വാസ് കൺവിക്റ്റഡ്, ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ആഫ്റ്റർ, അതിനെ തുടർന്ന്, ദ ട്രയൽ കോർട്ട് ഫൗണ്ട്, വിചാരണാ കോടതി കണ്ടെത്തി ചെന്താമര ഗിൽറ്റി എന്നാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നുള്ള അർത്ഥം. ഫൗണ്ട് ഗിൽറ്റി, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. സെക്ഷൻ 101 മർഡർ. സെക്ഷൻ 126 റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ്. റിസ്ട്രെയിൻറ്റ് എന്നാൽ തടുക്കൽ, വിലക്ക്, ഇതൊക്കെ അർത്ഥം. നിയന്ത്രിച്ചു നിർത്തൽ. റോങ്ഫുൾ എന്നാൽ നിയമവിരുദ്ധമായ, അന്യായമായ. റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ്, ഇതിനർത്ഥം നിയമവിരുദ്ധമായി തടഞ്ഞു വെക്കൽ എന്നുള്ള അർത്ഥമാണ്. ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമമാണിത്. തിങ്കളാഴ്ച ഈ കേസിൽ ഭാരതീയ ന്യായ സംഹിത BNSയിലെ 101 വകുപ്പ് കൊലപാതകവും 126 വകുപ്പ് നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ പ്രകാരം ചെന്താമര കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ കുറ്റക്കാരനായി കോടതി വിധിച്ചു.